അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നരകം മനുഷ്യന് തമാശയാണ്. നീ നരകത്തിൽ പോകും, ഞാൻ സ്വർഗത്തിൽ പോകും എന്ന് കളിയാക്കാനാണ് നരകം എന്നത് നമ്മൾ ഉപയോഗിക്കാറ്. പക്ഷേ നരകം എന്താണ് എന്ന് വ്യക്തമായി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നരകം ആളിക്കത്തുന്ന തീയാണ്. ഖുർആൻ പറയുന്നു, നബിയേ പറയുക, എന്തിനാണ് നാം നരകം ഉണ്ടാക്കിയത് എന്ന്. നിങ്ങളുടെ ദൈവം ഏകനാണ്. എനിക്ക് പകരം ദൈവങ്ങളെ സങ്കൽപ്പിച്ചവനും എനിക്ക് സന്താനങ്ങളെയും രൂപങ്ങളും ഉണ്ടാക്കിയവനും ഞാൻ മനുഷ്യന് ഉത്ബോധനമായി അവതരിപ്പിച്ച ഖുർആനിനെ പുച്ഛിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്തവനും പാപങ്ങൾ ചെയ്ത് അന്ധത ബാധിച്ചവനും എന്നെ അനുസരിക്കാത്തവനും വേണ്ടി ഉണ്ടാക്കിയതാണ് നരകം. അതിന്റെ ചൂട് തൊലികളെ കരിച്ചു കളയും. അവർ വിചാരിക്കും മരിച്ചു രക്ഷപ്പെടാമെന്ന്. അവിടെ അവന് മരണമില്ല. ഓരോ തൊലിയും കരിയുമ്പോഴും പുതിയവ അവന് വെച്ചുകൊടുക്കും. അവന് ശിക്ഷ ആസ്വദിക്കാനാണത്. അവന് ദാഹിക്കുമ്പോൾ ചൂടുവെള്ളം ഞാൻ കൊടുക്കും. അത് കുടലുകളെ കരിച്ചു കളയും. സ്ഥലവും വയറുകളെ തിളപ്പിക്കുന്ന കായയും രക്തവുമായിരിക്കും അവർക്കുള്ള ഭക്ഷണം. അത് തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ അവൻ കഷ്ടപ്പെടും. അന്ന് നരകവാസികൾ പറയും, ഒന്നുകൂടി ഞങ്ങളെ ഭൂമിയിൽ അയക്കാമോ, ഞങ്ങൾ നന്നായിക്കൊള്ളാം എന്ന്. അന്ന് സൃഷ്ടാവ് പറയും, നിങ്ങൾക്ക് പല രീതിയിൽ ഉത്ബോധനം വന്നിരുന്നല്ലോ, പുച്ഛിച്ചു കളഞ്ഞതല്ലേ, ഇനി ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. ചൂട് 40 ഡിഗ്രി ആയാൽ മനുഷ്യന് സഹിക്കുന്നില്ല. ഒരു മണ്ണെണ്ണ വിളക്കിന്റെ നാളത്തിന്റെ മുകളിൽ എത്ര സമയം കൈവയ്ക്കാൻ പറ്റും? എന്നിട്ടും മനുഷ്യൻ അഹങ്കാരിയായിരിക്കുന്നു. അവൻ മരണശേഷമുള്ള വിചാരണയെ പേടിക്കുന്നില്ല. ഖുർആൻ പറയുന്നു, നിങ്ങൾ നരകമെങ്ങാനും കണ്ടിരുന്നെങ്കിൽ എനിക്ക് സുജൂദ് ചെയ്യുന്നവരിൽ ഒന്നാമനായേനെ. നരകത്തിൽ നിന്നും സ്രഷ്ടാവ് നമ്മളെയെല്ലാം രക്ഷിക്കട്ടെ. അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.